ഞാൻ പറയുന്നത് ഈ സെപ്റ്റംബർ 4-ാം തീയതിയാണ് കേരളത്തിലെ പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടുവന്നു. ആദ്യം നിഷേധിച്ചു രണ്ടു കൂട്ടരും, പിന്നെ സമ്മതിച്ചു. 21 ദിവസത്തിന് ശേഷം ഒരു അന്വേഷണം. നേരത്തെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു. വ്യക്തിപരമായി കണ്ടാണ്, അജിത് കുമാർ പാർട്ടിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ടായി. ഇപ്പോൾ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു 21 ദിവസം കഴിഞ്ഞ ശേഷം. അത് പോട്ടെ, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഉന്നയിച്ച ആരോപണമല്ലേ, സാരമില്ല. ഈ മെയ് മാസത്തിലാണ് 2023 മെയ് മാസത്തിലാണ് ഈ അജിത് കുമാർ അദ്ദേഹത്തെ കണ്ടത്. മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രിക്ക് അറിയാലോ. മുഖ്യമന്ത്രിക്ക് അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്ന, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ RSS ജനറൽ സെക്രട്ടറിയുമായി 1 മണിക്കൂർ സംസാരിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയിട്ട് ഇപ്പോൾ 15 മാസമായി. എന്തേ അന്വേഷിക്കായിരുന്നു? ഒരു ഡൊമസ്റ്റിക് എൻക്വയറി എങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയോ? DGP ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി DGPയെ വിളിച്ചത്? ഉടനെ തന്നെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയെ പറ്റുള്ളൂ. അല്ലാതെ വേറെ അന്വേഷണത്തിനൊന്നും പ്രസക്തിയില്ല. കാരണം ഇതൊരു ഇപ്പൊ ആരോ പറയും ജുഡീഷ്യൽ അന്വേഷണം വേണം. ജുഡീഷ്യൽ അന്വേഷണത്തിന് നടത്താൻ ഇതൊരു ക്രൈമല്ലല്ലോ, ഇതൊരു IPC പ്രകാരമുള്ള ഒരു ക്രൈമല്ലല്ലോ. ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അലിഗേഷനാണ് ഉന്നയിച്ചത്. ADGP ഒരു ക്രൈം ചെയ്തു എന്നല്ല ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദൂതനായി ചെന്ന് കണ്ട് BJP ജയിപ്പിക്കാനുള്ള എല്ലാ സഹായം ചെയ്തവരെ ഇങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. മനസ്സിലായി? വേണമെങ്കിൽ ഒരു ക്രൈം ഉണ്ടാക്കാം. എങ്ങനെ? ഈ കേസ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ വേണ്ടി സെൻട്രൽ ഏജൻസീസിന്റെ അന്വേഷണത്തെ, അത് ഉദ്യോഗസ്ഥരൊന്നും അല്ല കണ്ടാക്കി. അപ്പൊ എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണം 15 മാസമായിട്ട് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണവും കഴിഞ്ഞ 21 ദിവസമായിട്ട് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയത് എന്നത് തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. അപ്പൊ ഈ അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണ്? കാരണം ഒരു പ്രതി മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇയാൾ പോയത്. എന്നിട്ട് മുഖ്യമന്ത്രി തന്നെ അന്വേഷണം ഇടുന്നു. അത് പൂരം കലക്കിയത് അജിത് കുമാർ അന്വേഷിച്ച പോലെ തന്നെ. മനസ്സിലായില്ല? പൂരം കലക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നത്. ഇപ്പൊ ഞങ്ങൾ എന്താ ആരോപണം ഉന്നയിച്ചത്? ആദ്യം ഞങ്ങൾ പറഞ്ഞു പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി. രണ്ടാമത് പറഞ്ഞു ഈ കമ്മീഷണറെ നടപടിയെടുത്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കമ്മീഷണർ അല്ല പ്രതി, കമ്മീഷണർക്ക് മീതെ ക്രമസമാധാന ചുമതലയുള്ള ADGP പൂരം നടക്കുന്ന ടൗണിൽ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു ഞങ്ങൾ. ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഇതുവരെ ആ കാര്യം ആരും നിഷേധിച്ചിട്ടില്ല. മൂന്നാമതൊരു കാര്യം ഞങ്ങൾ പറഞ്ഞു, സിറ്റി പോലീസ് കമ്മീഷണർ നിരന്തരമായി സാധാരണ എല്ലാ വർഷവും കൊടുക്കുന്ന പോലീസ് മാനേജ്മെന്റിന്റെ ഒരു പ്ലാൻ കൊടുത്തപ്പോൾ ആ പ്ലാൻ വേണ്ട എന്ന് പറഞ്ഞ് അത് വലിച്ചെറിഞ്ഞ് അജിത് കുമാർ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ പൂരം കലക്കിയത്. അത് പൂരം നടത്താനുള്ള പ്ലാൻ അല്ലായിരുന്നു, പൂരം കലക്കാനുള്ള പ്ലാനായിരുന്നു. പൂരം കലക്കാനുള്ള പോലീസ് പ്ലാൻ അവതരിപ്പിച്ച അജിത് കുമാറിനെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിപ്പിച്ച ആളാണ് ഈ മുഖ്യമന്ത്രി. മനസ്സിലായില്ലേ? അവിടെ നിന്ന് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത ആള്, അയാളെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിച്ച് കയ്യിൽ റിപ്പോർട്ട് മേടിച്ചു വെച്ചേക്കുവാണ്. അതേ പരിപാടിയാണ് ഇപ്പോ. മുഖ്യമന്ത്രി കൂടി ഇതിനകത്ത് പ്രതിയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ADGP അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടത്. അപ്പൊ മുഖ്യമന്ത്രി അന്വേഷിച്ചാൽ എന്താ പ്രസക്തി? ഒരു കാര്യമില്ല. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഒരു തന്ത്രമാണ്. പ്രഹസനം എന്ന് വെച്ചാൽ പ്രതിരോധത്തിൽ നിൽക്കുകയാണ് കേരളത്തിലെ CPM-ഉം കേരളത്തിലെ ഗവൺമെന്റും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല മാർഗം. നമ്മൾ വീണയിടത്ത് കിടന്ന് ഉരുളും, ഇല്ലേ? ഇങ്ങനെ ഒരുപാട് പരിപാടി ചെയ്യുമല്ലോ സാധാരണ ജീവിതത്തിൽ. അതുപോലെ വീണയിടത്ത് കിടന്ന് ഉരുളുന്ന ഒരു പരിപാടിയാണിത്. ഞാനത് വായിച്ചില്ല, ഞാൻ കണ്ടില്ല. വാർത്തകളിൽ വന്നതാണ്. വാർത്തകൾ വന്നത് ശരിയാണെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളാണ് എല്ലാം. ഒന്ന്, ADGPയുടെ പ്രസൻസ് അവിടെ എന്തായിരുന്നു? കമ്മീഷണർ ആണെങ്കിൽ കമ്മീഷണർക്ക് ഉത്തരവാദിത്വം, DIG കൂടി ഉണ്ടെങ്കിൽ DIGക്ക് ഉത്തരവാദിത്വം, IG ഉണ്ടെങ്കിൽ IGക്ക് ഉത്തരവാദിത്വം, ADGP ഉണ്ടെങ്കിൽ ADGPക്ക് ഉത്തരവാദിത്വം. അവിടെ അന്നുണ്ടായിരുന്നു രാവിലെ 11 മണി വരെ ഈ പൂരം കലക്കാൻ വേണ്ടി പോകുമ്പോൾ
ഈ ADGP ആ കമ്മീഷൻ ഒന്ന് വിളിച്ചോ? ഇല്ലല്ലോ. അവിടെ പോയോ? ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയോ? വെളുപ്പിന് വരെ ഉണ്ടായിരുന്നല്ലോ. വെളുപ്പിന് ക്യാമ്പിലേക്കാ പോയത്. വെളുപ്പിന്. അപ്പൊ പൂരം കലക്കാനുള്ള ദൗത്യമായിട്ടാണ് ചെന്നത്. അല്ല, ഇദ്ദേഹം പറയണതിൽ എന്താ അർത്ഥം? ഇദ്ദേഹമാണ് കലക്കാൻ നേതൃത്വം. മുഖ്യമന്ത്രി BJP CPM ബാന്ധവത്തിന്റെ ഭാഗമായി പൂരം കലക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സുനിൽ കുമാർ പോയി അവിടെ നിന്ന്, K. മുരളീധരൻ പോയി അവിടെ നിന്ന്. അപ്പോൾ പോലീസിന് പോലും വരാൻ പറ്റാത്ത, മന്ത്രിമാർക്ക് പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്ക് സേവാഭാരതിയുടെ വാനിൽ, ആംബുലൻസിൽ മുമ്പിലും പുറയിലും പോലീസായി BJPയുടെ കാൻഡിഡേറ്റ് അവിടെ രക്ഷകനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. എന്തൊരു നാടകമാണ്! നിങ്ങളിപ്പോ അജിത് കുമാറിന് ഒന്നും ഇത് ചെയ്യണ്ട, ജോലിയിൽ പോയാലും നല്ല നാടക സംവിധായകനായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഈ കലക്കാൻ പരിപാടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരാളാണ് അദ്ദേഹം. ഈ സുരേഷ് ഗോപിയുടെ ആംബുലൻസിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം ഈ BJPയുടെ തെരഞ്ഞെടുപ്പ് അജണ്ട ചെയ്യുന്ന ഈ വരാഹി ആനലിസ്റ്റ് പറയുന്ന സ്ട്രാറ്റജിയുടെ അവിടുത്തെ കോർഡിനേറ്റർ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇതൊരു മാസ്റ്റർ പ്ലാനാണ്. ആ മാസ്റ്റർ പ്ലാനിന്റെ തുടക്കമാണ് ഈ പൂരം കലക്കാനുള്ളതല്ല. ഇവിടെ ചിലർ പറഞ്ഞു പൂരം കലക്കാൻ 16 മാസം മുമ്പ് RSS ജനറൽ സെക്രട്ടറിയെ കണ്ടത് ഞാൻ പറഞ്ഞേക്ക് നിങ്ങളുടെ റെക്കോർഡിലുണ്ട്. ഞാൻ പൂരം കലക്കാനൊന്നും പറഞ്ഞില്ല. പൂരം കലക്കാനല്ല ADGP കണ്ടത്. അദ്ദേഹം പോയി പറഞ്ഞത് നിങ്ങളെ ഇവിടെ ജയിപ്പിക്കാൻ ഞങ്ങൾ സഹായിക്കാം, ബാക്കി ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ തുടർച്ചയാണ് പിന്നീട് 1 കൊല്ലം കഴിഞ്ഞ് നടന്ന